നെക്സ്റ്റ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. A11 A12 A13 A21 A22 A23 A31 A32 A33. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതും? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെ കോഫാക്ടർ, അതായത് A11 A12 A13, അതായത് A11 ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് A11 അല്ലെങ്കിൽ AIJ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? -1/i+j MIJ. അതായത് മൈനർ കണ്ടുപിടിക്കുക. ഏതൊരു എലമെൻറ്റും, അതായത് എലമെൻ്റ് ആണ് A12 A13 അല്ലെങ്കിൽ A31, അതൊക്കെ ഓരോ എലമെൻറ്റ്സ് ആണ്. ഓരോ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് മൈനർ കണ്ടുപിടിക്കുക. ആ മൈനറിന് സൈൻ കൊടുക്കുമ്പോൾ അതാണ് കോഫാക്ടർ. അപ്പോൾ ആ കോഫാക്ടേഴ്സിനെ എല്ലാം കൂടെ എഴുതുമ്പോൾ അതാണ് കോഫാക്ടർ മെട്രിക്സ്. അതായത് A21 A22 A23 A31 A32 A33. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ അതാണ് അഡ്ജോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് എ അതെന്ന് പറയുന്നത് ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ റോ ഇനി കോളമായി എഴുതുക. ദാറ്റ് ഈസ് A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതി അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ അതാണ് അഡ്ജോയിൻ്റ്. നെക്സ്റ്റ് ഒരു മെട്രിക്സ് എ തന്നു. ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/det ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/det ഇൻറ്റു അഡ്ജോയിൻ്റ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ തന്നിട്ടുണ്ട്. എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/det ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇനി അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ കോഫാക്ടർ മെട്രിക്സ് എഴുതണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് എ എഴുതണം എന്നുണ്ടെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് എഴുതണം. കോഫാക്ടർ വേണമെന്നുണ്ടെങ്കിൽ മൈനർ വേണം. ഇനി മൈനർ M11 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ, ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കാം. ആദ്യം ഡിറ്റർമിനൻ്റ് എ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് 2 4 -7 1 -1 2 3 0 1 ഈക്വൽ ടു 2 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി ഡിറ്റർമിനൻ്റ് വാല്യൂ ദാറ്റ് ഈസ് -1021 -1 ഇൻറ്റു ഈ 1 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 40 -71 പ്ലസ് നെക്സ്റ്റ് 3 ഇൻറ്റു ആ 3 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. 4 -1 -7 2 ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഡിറ്റർമിനൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -1 -0 -1 ഇൻറ്റു 4 -0 പ്ലസ് 3 ഇൻറ്റു ഇങ്ങനെ 8 -7 ദാറ്റ് ഈസ് 2 ഇൻറ്റു -1 -1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് -2 -4 പ്ലസ് 3 -6 പ്ലസ് 3 -3. നെക്സ്റ്റ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ A11 A12 A13 A21 A22 A23 A31 A32 A33 ഇതാണ് അഡ്ജോയിൻ്റ്. ഇനി എങ്ങനെ ഈ A11 അല്ലെങ്കിൽ A22 ഒക്കെ കണ്ടുപിടിക്കും? AIJ കണ്ടുപിടിക്കുന്ന മെത്തേഡ് -1/i+j MIJ എന്നാണ്. അപ്പോൾ മൈനർ കണ്ടുപിടിക്കണം. അതിന് സൈൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് കോഫാക്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഓരോ എലമെൻസിനും കോഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് M11 കണ്ടുപിടിക്കാം. M11 എന്ന് പറഞ്ഞാൽ A11 എന്നുള്ള എലമെൻറ്റിൻ്റെ മൈനർ. അത് കണ്ടുപിടിക്കാൻ അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ഉള്ള ഡിറ്റർമിനൻ്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് -1021 ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 -0 ദാറ്റ് ഈസ് -1.
ഇനി ആ മൈനറിന് സൈൻ കൊടുക്കുമ്പോൾ കോഫാക്ടർ ദാറ്റ് ഈസ് മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 m11 മൈനസ് 1 റേസ് ടു 2 ഇൻറ്റു m11 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 m12 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് A12ൻ്റെ മൈനറാണ്. അപ്പോൾ A12 ഉൾപ്പെടുന്ന റോയും കോളം അങ്ങ് കളയുക, ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഇത് ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു 4 0 മൈനസ് 7 1 ഈക്വൽ ടു ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 0 ദാറ്റ് ഈസ് 4 m12 കിട്ടി. അങ്ങനെയാണെങ്കിൽ A12 മൈനസ് 1 റേസ് ടു 1 പ്ലസ് 2 m12 അല്ലെങ്കിൽ മൈനസ് 1 റേസ് ടു 3 ഇൻറ്റു m12 4 അല്ലെങ്കിൽ മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4. ഇനി m13 കണ്ടുപിടിക്കാൻ m13 എന്ന് പറഞ്ഞാൽ A13യുടെ മൈനർ. A13 ഉൾപ്പെടുന്ന റോയും കോളം അങ്ങ് കളയുക, ബാക്കി ഡിറ്റർമിനൻറ്റ് 4 മൈനസ് 1 മൈനസ് 7 2. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 8 മൈനസ് 7 1. അങ്ങനെയാണെങ്കിൽ A13 മൈനസ് 1 റേസ് ടു 1 പ്ലസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 തന്നെ. ഇനി അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതി വെക്കാം. A11 മൈനസ് 1 A11 മൈനസ് 1 A12 മൈനസ് 4 A13 1. നെക്സ്റ്റ് A21 എന്ന് പറയുമ്പോൾ A21 അത് ഉൾപ്പെടുന്ന M21 ആദ്യം M21 കണ്ടുപിടിക്കണം. അതായത് A21 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു വരുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ. അതായത് ഈ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റിൻ്റെ മൈനറാണ്. അപ്പോൾ അത് ഉൾപ്പെടുന്ന റോയും കോളം അങ്ങ് കളയുക. ഡിറ്റർമിനൻറ്റ് 1 3 2 1 ദാറ്റ് ഈസ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 6 എന്ന് കിട്ടും മൈനസ് 5. ദെൻ A21 മൈനസ് 1 റേസ് ടു 2 പ്ലസ് 1 ഇൻറ്റു മൈനസ് 5 ദാറ്റ് ഈസ് 5. സോ A21 ഈക്വൽ ടു 5. ഇനി ഇതേപോലെ A22 അപ്പോൾ M22 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് A22 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ഡിറ്റർമിനൻറ്റ് 2 3 മൈനസ് 7 1 ദാറ്റ് ഈസ് 2 മൈനസ് 21 ദാറ്റ് ഈസ് 2 പ്ലസ് 21 23. ദെൻ A22 മൈനസ് 1 റേസ് ടു 2 പ്ലസ് 2 ഇൻറ്റു 23 ദാറ്റ് ഈസ് 23. അപ്പോൾ A22 ഈക്വൽ ടു 23. ഇനി M23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. അതായത് ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 2 1 മൈനസ് 7 2. ദെൻ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 7 ദാറ്റ് ഈസ് 4 പ്ലസ് 7 11. A23 കണ്ടുപിടിക്കുന്നത് മൈനസ് 1 റേസ് ടു 2 പ്ലസ് 3 ഇൻറ്റു 11 ദാറ്റ് ഈസ് മൈനസ് 11. ഇനി M31 ദാറ്റ് ഈസ് അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് തരുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 3 മൈനസ് 1 0 ദാറ്റ് ഈസ് 0 മൈനസ് 3 0 പ്ലസ് 3 3. A31 എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു M31 ദാറ്റ് ഈസ് 3 തന്നെ. M32 എന്ന് പറയുമ്പോൾ ഈ 2 എന്നുള്ള എലമെൻറ്റ് ആ എലമെൻറ്റ് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് വരുന്ന ഡിറ്റർമിനൻറ്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് 2 3 4 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് 12 മൈനസ് 12. ദെൻ A32 എങ്ങനെ എഴുതും? മൈനസ് 1 റേസ് ടു 3 പ്ലസ് 2 ഇൻറ്റു മൈനസ് 12 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അതുപോലെ M33
അപ്പോൾ A23 minus 11 A31 3 A32 12 A33 ആദ്യം M33 കണ്ടുപിടിക്കാം. തേർഡ് റോ തേർഡ് കോളം, അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ദെൻ ഡിറ്റർമിനന്റ് 2 1 4 minus 1 that is -2 -4 -6. A33 എന്ന് പറയുമ്പോൾ -1 raised to 3 plus 3 6 into -6 -1 raised to even 1 തന്നെ, that is -6. അപ്പോൾ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. A11 A12 A13 A21 A22 A23 A31 A32 A33. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ A11 ഈ റോ എന്നുള്ളത് കോളം ആയിട്ട് എഴുതണം. A12 A13 A21 A22 A23 A31 A32 A33 ഈക്വൽ ടു നമ്മൾ വാല്യൂസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. A11 -1 -4 1 5 23 -11 3 12 -6. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A ഇൻവേഴ്സ് ആണ് കിട്ടേണ്ടത്. A ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ്, അല്ലെങ്കിൽ 1 ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് -3 ഇൻറ്റു അഡ്ജോയിൻ്റ് -1 5 3 -4 23 12 1 -11 -6. അപ്പോൾ ഇതാണ് നമ്മൾ A ഇൻവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A equal to 3 1 -1 2 show that A square minus 5A plus 7A equal to 0, hence find A inverse. അപ്പോൾ A തന്നിട്ടുണ്ട്. A എന്നുള്ളത് 3 1 -1 2 ആണ്. A സ്ക്വയർ കണ്ടുപിടിക്കണം, 5A കണ്ടുപിടിക്കണം, 7A കണ്ടുപിടിക്കണം. എന്നിട്ട് A square minus 5A plus 7A ചെയ്യുമ്പോൾ 0 ആണെന്ന് കാണിക്കണം. എന്നിട്ടാണ് A ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ A സ്ക്വയർ നമുക്കറിയാം, A ഇൻറ്റു A ആണല്ലോ. ദാറ്റ് ഈസ് 3 1 -1 2 ഇൻറ്റു 3 1 -1 2. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഈ റോ ഈ കോളം, ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു -1. നെക്സ്റ്റ്, അതായത് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു -1. അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. അടുത്തത്, അതായത് ആദ്യം ചെയ്തത് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു -1. നെക്സ്റ്റ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. നെക്സ്റ്റ് ഈ റോ ഈ കോളം, ദാറ്റ് ഈസ് -1 ഇൻറ്റു 3 പ്ലസ് -1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു -1. അടുത്തത് -1 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 3 ഇൻറ്റു 3 9 -1 3 പ്ലസ് 2 -3 -2 -1 പ്ലസ് 4, ദാറ്റ് ഈസ് 8 5 -5 3. അപ്പോൾ A സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി 5A കിട്ടണം. 5 ഇൻറ്റു 3 1 -1 2, ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 15 5 ഇൻറ്റു 1 5 5 ഇൻറ്റു -1 -5 5 ഇൻറ്റു 2 10. നെക്സ്റ്റ് 7I 7 ഇൻറ്റു I തന്നിരിക്കുന്ന 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I എന്ന് പറയുമ്പോൾ 1 0 0 1, ദാറ്റ് ഈസ് ഈ 7 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 0 0 7. ഇനി നമുക്ക് A സ്ക്വയർ -5A പ്ലസ് 7I അത് സിംപ്ലിഫൈ ചെയ്യണം. A സ്ക്വയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 8 5 -5 3 മൈനസ് 5A നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്
15, 5 minus 5, 10 plus 7i plus 7007 equal to, അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? 8 minus 15 plus 7, 8 minus 15 plus 7, 5 minus 5 plus 0, 5 minus 5 plus 0, minus 5 minus minus 5 plus 0, 3 minus 10 plus 7, that is 8 plus 7, 15, 15 minus 15, 0. 5 minus 5, 0, 0 plus 0, 0. ഇവിടെ പ്ലസ് ആകും, that is 0. 10 minus 10, 0. That is 0. അതായത് a square minus 5a plus 7i equal to 0. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് hence find a inverse എന്നാണ്. അതായത് ഈ a square minus 5a plus 7i equal to 0യിൽ നിന്ന് a ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഈ 7i മാത്രം ഇവിടെ നിർത്താം. 7i മാത്രം ഇവിടെ നിർത്തിയാൽ 5a minus a square എന്നാവുമല്ലോ. അതായത് ഈ ഇക്വേഷനിൽ 7i മാത്രം ഒരു സൈഡിൽ നിർത്തി. അപ്പോൾ നമുക്ക് a square minus 5a plus 7a equal to 0 എന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ 7i മാത്രം എഴുതിയാൽ 5a minus a square എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും a ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. a ഇൻവേഴ്സ് ഇൻറ്റു ഇവിടെയും a ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 7 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു i എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ 5 ഇൻറ്റു a ഇൻവേഴ്സ് a മൈനസ് a ഇൻവേഴ്സ് ഇൻറ്റു a സ്ക്വയർ എന്ന് എഴുതാം. a ഇൻവേഴ്സ് ഇൻറ്റു i എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സാണ്. അതുകൊണ്ട് ഇത് 7a ഇൻവേഴ്സ് ഈക്വൽ ടു 5 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു a. a ഇൻവേഴ്സ് ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ 5i മൈനസ് ഇതിനെ നമുക്ക് a ഇൻവേഴ്സ് a സ്ക്വയറിനെ നമുക്ക് a ഇൻവേഴ്സ് ഇൻറ്റു a ഇൻറ്റു a എന്ന് എഴുതാം. ഇപ്പോൾ പറഞ്ഞു a ഇൻവേഴ്സ് ഇൻറ്റു a എന്ന് പറഞ്ഞാൽ i ആണല്ലോ. അപ്പോൾ i ഇൻറ്റു a ആയി. ദാറ്റ് ഈസ് ഇത് i ഇൻറ്റു a. ദാറ്റ് ഈസ് 5i മൈനസ് i ഇൻറ്റു a എന്ന് പറഞ്ഞാൽ a തന്നെ. കാരണം i എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സാണ്. അപ്പോൾ അതിനോട് കൂടി വേറൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താലും a തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് a ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. അപ്പോൾ ആ a ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻവേഴ്സ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു 7, അത് 1/7 ഇൻറ്റു 5i മൈനസ് a എന്ന് എഴുതാം. ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? അതായത് നമ്മുടെ a ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതായത് a ഇൻവേഴ്സ് ഈക്വൽ ടു 1/7 ഇൻറ്റു 5i മൈനസ് a. ഇനി നമുക്ക് a അറിയാം. അപ്പോൾ 5i മൈനസ് i ചെയ്യാമല്ലോ. ഇനി നോക്കാം. a എന്നുള്ളത് 3, 1 മൈനസ് 1, 2 ആണ്. അപ്പോൾ നമുക്കിവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് വേണം. അതായത് ആദ്യം 5i വേണം. 5i എന്ന് പറയുമ്പോൾ ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് i 1001. ദാറ്റ് ഈസ് 5005. ഇനി a എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് a ഇൻവേഴ്സ് ഈക്വൽ ടു 1/7 ഇൻറ്റു 5i മൈനസ് a. ദാറ്റ് ഈസ് ഇനി വേണമെങ്കിൽ നമുക്ക് 5i മൈനസ് a നേരത്തെ കണ്ടുപിടിക്കാം. 5i എന്ന് പറയുമ്പോൾ 5005 മൈനസ് a എന്നുള്ളത് 31 മൈനസ് 1, 2. 31 മൈനസ് 1, 2 ഈക്വൽ ടു 5 മൈനസ് 3, 0 മൈനസ് 1, 0 മൈനസ് 1, 5 മൈനസ് 2. ദാറ്റ് ഈസ് 5 മൈനസ് 3, 2, 1 മൈനസ് 1, 3. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം 1/7 ഇൻറ്റു 2, 1 മൈനസ് 1, 3. അല്ലെങ്കിൽ 2/7 മൈനസ് 1/7
1/7, 3/7. Next, a system of equations is said to be consistent if its solution exists. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആവണം എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. എന്താ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്? അതായത് ഇതുപോലെ വന്നാൽ, അതായത് a1x plus b1y plus c1 z equal to d1, a2x plus b2y plus c2 z equal to d2, a3x plus b3y plus c3 z equal to d3. ഈ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ്? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇനി അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അത് കൺസിസ്റ്റന്റ് ആവണം എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ നോക്കാം. അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ax ഈക്വൽ ടു ബി പോലെയാണ് എടുക്കുന്നത്. അതായത് ax ഈക്വൽ ടു ബി, അതായത് a1 b1 c1, a2 b2 c2, a3 b3 c3. ഇതിനെ എഴുതുമ്പോൾ നമ്മൾ ഇതിനൊരു മെട്രിക്സ് ഫോമിൽ എഴുതുന്നു. അതിനെ നമ്മൾ a എന്ന് വിളിക്കുന്നു. ഇനി എക്സ് വൈ സെഡ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എഴുതുമ്പോൾ അത് എക്സ് ആണ്. ഇത് അതായത് നമ്മൾ ax ഈക്വൽ ടു ബി എന്നല്ലേ എടുത്തത്. ബി എന്നുള്ളത് എന്താണ്? d1 d2 d3. ബി എന്ന് പറയുന്നത് d1 d2 d3. ഇനി ആദ്യമായിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ്, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് ax ഈക്വൽ ടു ബി പോലെ എടുക്കുന്നു. a എന്നുള്ളത് a1 b1 c1, a2 b2 c2. അതായത് ഇതിൽ നിന്നാണ് നമ്മൾ എയും ബിയും എക്സും എഴുതുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും എക്സും എഴുതി. ഡിറ്റർമിനന്റ് 0 അല്ല എന്നുണ്ടെങ്കിൽ, ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. ഡിറ്റർമിനന്റ് 0 അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനൊരു യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇനി ഡിറ്റർമിനന്റ് 0 ആയി പോയാലോ? അപ്പോൾ നമ്മൾ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. ഈ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിലോ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. ഇനി അഡ്ജോയിന്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആയി പോയാൽ അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും and has infinitely many solutions. Next, solve the following system of equations using matrix method. 2x plus 5y equal to 1, 3x plus 2y equal to 7. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നമ്മൾ ഏതുപോലെ എടുക്കണം? അതായത് 2x plus 5y equal to 1, 3x plus 2y equal to 7 എന്നുള്ളതിനെ ax equal to b പോലെ എടുക്കാം. അപ്പോൾ a എന്താന്ന് എഴുതാം? ഇത് ax ഈക്വൽ ടു ബി പോലെ. അപ്പോൾ എ എന്ന് പറയുന്നത് മെട്രിക്സ് 2 5 3 2. എക്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് xy. ബി എന്ന് പറയുന്നത് ഇത് ax ഈക്വൽ ടു ബി എന്നല്ലേ, അപ്പോൾ ബി എന്ന് പറയുന്നത് മെട്രിക്സ് 1 7. ഇനി നമ്മുടെ റൂൾ എന്താണ്? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക. ഇവിടെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് 2 5 3 2, ദാറ്റ് ഈസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 മൈനസ് 15 മൈനസ് 11. നമുക്കറിയാം മൈനസ് 11 ദെൻ നമുക്ക് എ ഇൻവേഴ്സ്, അതായത് ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. ഇനി ആൻഡ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇനി എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ഇനി എ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അഡ്ജോയിന്റ് എ എങ്ങനെ എഴുതാം? അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ
പല രീതിയിൽ എഴുതാം. ഒന്നുകിൽ കോഫാക്ടർ മെട്രിക്സ് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സ് നേരെ നേരെ മാറ്റി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. മറ്റേ എലമെന്റ്സിന്റെ സൈൻ മാറ്റി എഴുതുക. -5 -3. ഇനി 1 ഡിറ്റർമിനന്റ്. അപ്പോൾ എ ഇൻവേഴ്സിനെ എങ്ങനെ എഴുതാം? 1 ഡിറ്റർമിനന്റ് എന്തായിരുന്നു? -11 ഇൻറ്റു 2 -5 -3 2. ഇനി ഇപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണെന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എക്സ് കണ്ടുപിടിക്കുന്നത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ഇപ്പോൾ എ ഇൻവേഴ്സ് കിട്ടിയല്ലോ. അതായത് -2/11 5/11 3/11 -2/11 ഇൻറ്റു ബി. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് 1 7. ഈ രണ്ട് മെട്രിക്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതാണ് നമ്മളുടെ എക്സ് വാല്യൂ. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ റോയിനെ ഈ കോളം വെച്ചിട്ട്, ദാറ്റ് ഈസ് -2/11 ഇൻറ്റു 1 പ്ലസ്, അതായത് -2/11 ഇൻറ്റു 1 പ്ലസ് 5/11 ഇൻറ്റു 7. അടുത്തത് 3/11, ഈ റോ ഈ കോളം, 3/11 ഇൻറ്റു 1 പ്ലസ് -2/11 ഇൻറ്റു 7. 3/11 ഇൻറ്റു 1 പ്ലസ് -2/11 ഇൻറ്റു 7. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? -2/11 പ്ലസ് 35/11. ഇവിടെ ആകുമ്പോൾ 3/11 മൈനസ് 14/11 ഈക്വൽ ടു, ഇവിടെ രണ്ടും 11 ആയതുകൊണ്ട് -2 പ്ലസ് 35. ഇവിടെയും രണ്ടും 11 ആയതുകൊണ്ട് 3 മൈനസ് 14. ദെൻ അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം? ദാറ്റ് ഈസ് -2 പ്ലസ് 35 33/11. ഇവിടെ ആകുമ്പോൾ -11/11, അല്ലെങ്കിൽ ഇത് 3 -1. നമ്മളപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്തായിരുന്നു എഴുതിയിരുന്നത്? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബിയില തുടങ്ങിയത്. അതായത് എക്സ് ഈക്വൽ ടു 3 -1. നമ്മൾ ഏറ്റവും ആദ്യം എടുത്തായിരുന്നു. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? മെട്രിക്സ് XY ആണ്. അതായത് നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു 3, y ഈക്വൽ ടു -1. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു 3, y ഈക്വൽ ടു -1.